കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ. ഇവർ നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് പറയണം, എവിടെ പോകണം, എങ്ങനെയൊക്കെയാണ്, നമ്മളുടെ ഫുൾ കൺട്രോൾ അവരുടെ അടുത്തായിരിക്കും. നമുക്കൊന്നും ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എവിടെ പോകണമെങ്കിലും ഇവരുടെ പെർമിഷൻ വേണം. ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും ബാക്കി എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇവരുടെ പെർമിഷൻ നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തത് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല, നമ്മുടെ മറ്റു ഫ്രണ്ട്സ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല. എല്ലാവരിൽ നിന്നും നമ്മളെ ഒരു ഐസൊലേഷനിലോട്ട് കൊണ്ടുവരും. അതായത് ഇപ്പൊ നമ്മളുടെ അടുത്ത് പറയുന്നത് അവരിങ്ങനെയാണ്, അപ്പൊ നീ അങ്ങനെ ചെയ്യേണ്ട, നീ അങ്ങനെ പോവണ്ട എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ബന്ധുക്കളുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് ആ കല്യാണത്തിന് എല്ലാവരും പോകേണ്ടതായിരിക്കും. പക്ഷെ ഇവര് പറയുമ്പോൾ നീ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ നമ്മളോട് പറയുന്നത് നമ്മൾ വരേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞാൻ പോയിക്കോളാന്നുള്ള രീതിയിൽ വെറുതെ സിമ്പിൾ ആയിട്ടായിരിക്കും അത് പറയുന്നത്. പക്ഷെ ഇവര് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ എത്ര വിളിച്ചിട്ട് അവള് വരുന്നില്ല, അവിടെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യില്ല, അവൾക്ക് ഭയങ്കര ഹോം സിക്നെസ് ആണ്, അവരുടെ അടുത്ത് വേറൊരു കാര്യം പറയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അവരുമായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല. അവർക്കും നമ്മൾ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു പരിപാടി.